എന്തൊക്കെയാണ് അളിയ പുതിയ ഉടായ്പ പരിപാടികൾ? ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. രണ്ടുപേരുടെയും ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാൻ. എന്റെ വ്യക്തിത്വത്തിൽ തുടരുത്, അവിടെ മാത്രം തൊട്ട് കളി വേണ്ടാട്ടോ. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. എന്നെ തേച്ചതാണല്ലേ? തൊള്ളോർന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയ നിന്റെ വായിൽ ഞാൻ ടാറൂരിക്ക് ഒഴിക്കും. മനസ്സിലായി? നമുക്ക് നമ്മുടെ കാറുണ്ടല്ലോ, അത് നമുക്ക് പൂളാക്കിയാലോ? നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ക്ഷമിക്കണം, മുദ്രവെക്കരുത്, ജീവിതമാണ്. ശബത്തി കുത്താതെ അളിയാ, ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തിന്റെ കേടായിരുന്നു? ഈ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ക്ലച്ച് ഔട്ട് സ്റ്റാർട്ട് ആക്കുക, ക്ലച്ച് ഔട്ട് ഗിയർ ഫസ്റ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആക്കിയതാണല്ലേ ഞാൻ ഊഹിച്ചു. അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി ആണോ ഓക്കെ ആണോ അതേ ഉള്ളൂ, അല്ലാണ്ട് കാശ് എന്നൊന്നും എനിക്കില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇങ്ങനെ ആണുങ്ങൾ മാത്രമൊന്നുമല്ല, പെണ്ണുങ്ങൾക്കാണെങ്കിലും ജോലി ചെയ്ത് കുടുംബം പറ്റാൻ മതി. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.